ബിനാൻസ് ഉപയോഗിച്ച് ഫ്ലെക്സ് കോയിൻ എങ്ങനെ വാങ്ങിക്കാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം ഫ്ലെക്സ് കോയിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ പ്രീ സെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ 400 കോയിൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ മിനിമം ഓർഡർ എന്ന് പറയുന്നത് 5 USDT ആണ്. അപ്പോൾ ഞാൻ ഇതിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് $27.5 വെച്ചിട്ട് ഒക്കെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് അടിക്കുമ്പോൾ ഏകദേശം 1100 കോയിനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. ഞാൻ നൗ പേയ്മെൻറ്റ് എന്നുള്ളതാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ നമ്മുടെ ബിനാൻസിൽ ഹോൾഡ് ചെയ്യുന്ന കോയിനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളത് USDC ആണ്. അപ്പോൾ കോയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് വരുന്നത് ബൈനാൻസ് ആണ്. അതിനുശേഷം ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് അസറ്റ്സിൽ നമ്മുടെ സെലക്ട് ചെയ്ത കോയിൻ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്ന. കോയിൻ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ കൊടുത്തതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കൺഫേം ചെയ്തു. അപ്പോൾ തിരിച്ച് ഫ്ലെക്സ് പേ ആപ്പിലേക്ക് പോയിട്ട് നമ്മളതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് പോവുക. അതിൽ എത്ര USDC കൊടുക്കണമെന്നും പിന്നെ അതുപോലെ തന്നെ ഏത് അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടതെന്നും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പി ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എമൗണ്ടാണ് കോപ്പി ചെയ്യണം. എന്നിട്ട് ബൈനാൻസിലോട്ട് വന്നിട്ട് വിഡ്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്രോൾ കൊടുത്തതിന് ശേഷം സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത എമൗണ്ട് കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സും അതുപോലെ കോപ്പി ചെയ്യുക. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നതിൽ BNBയുടെ തന്നെയാണ്. അത്യാവശ്യം ഫാസ്റ്റുമാണ്. എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. വിഡ്രോവൽ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അഡ്രസ്സും അതുപോലെ എമൗണ്ടും കറക്റ്റില്ലെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോവൽ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വേറെ പേജാണ് വരിക. ഇവിടെ ഒതൻറ്റിക്കേഷൻ ചോദിക്കും. OTP കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതുപോലെ പ്രോസസ്സിങ് കാണിക്കും. അപ്പോൾ തിരിച്ച് ഫ്ലെക്സ് പേയിൽ പോയി കഴിഞ്ഞാൽ അതിലും പേയ്മെൻറ്റ് പ്രോസസ്സിങ് കാണിക്കും. പേയ്മെൻറ്റ് വന്നതിന് ശേഷം ഇനി ബാക്ക് ടു നോർമൽ പേജിലോട്ട് പോകും. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1100 കോയിനാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലെക്സ് പേയുടെ ആപ്പിൽ ഫ്ലെക്സ് കോയിൻ കയറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോയിൻസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബൈനാൻസ് ഉപയോഗിച്ചിട്ട് ഫ്ലെക്സ് പേ കോയിൻ വാങ്ങിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. ഇത് തീർച്ചയായും ശരിയാക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.